ഇന്ന് കുറച്ച് മത്തങ്ങയാണ്. ഇതുകൊണ്ട് എനിക്ക് ഉച്ചക്കലത്തെ കറി ഉണ്ടാക്കണം, വൈകിട്ടത്തെ സ്നാക്സും ഉണ്ടാക്കണം. അതിനുള്ള ശർക്കരയാട്ടോ. അതിനിടയ്ക്ക് ഞാൻ അരി കഴുകി വെയിലത്ത് വെച്ചു. അപ്പോഴേക്കും ഉറുമ്പ് വന്ന് കയറി കേട്ടോ അതിനകത്ത്. അതിനുശേഷം മത്തങ്ങ വേവിക്കാനായിട്ടെടുത്തു. വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വൻപയറുമുണ്ട് കേട്ടോ. ആ വൻപയർ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ആ തരിതരിപ്പുള്ള ഇത് കിട്ടുമല്ലോ. ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ജീരകം, തേങ്ങ, ചെറിയുള്ളി, ഉപ്പ്, ഇവ ഇത്രയും കൂടെ നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചത് നമ്മൾ മത്തങ്ങയും വൻപയറും കൂടെയുള്ള കൂട്ടില്ലേ, അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് ഇളക്കണം. അതിനുശേഷം ഇതിനിടയ്ക്ക് ഞാൻ ശർക്കര പാനിയാക്കാനുള്ള ശർക്കരയും മാറ്റി വെച്ചേ, ഈവനിങ് സ്നാക്സിന് വേണ്ടിയുള്ള. അതിനുശേഷം നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് ചൂടാക്കണം, പക്ഷെ തിളയ്ക്കണ്ട. അങ്ങനെ എടുത്ത നമ്മുടെ കറിയിലേക്ക് ചുവന്നുള്ളിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂട്ടിച്ചേർത്ത് കടുക് താളിച്ച് നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചിരണ്ടിയ തേങ്ങ വറുത്തിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിശ്ശേരിയാണ്. ഈ മത്തങ്ങയ്ക്ക് പകരം നേന്ത്രക്കായും ചേനയും ഇവയെല്ലാം വെച്ച് നമുക്ക് നല്ല എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. പിന്നെ ഞാനിനി വൈകിട്ടത്തേക്കുള്ള 4 മണി പലഹാരം കൂടെ ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ശർക്കര പാനിയാക്കി എടുത്തു. അതിനുശേഷം അരി നന്നായിട്ട് മുരിച്ചെടുക്കണം. അരി എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ആവശ്യത്തിന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ചേർക്കാനുള്ളതാണ്. അത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ശർക്കര പാനി ചേർത്ത് ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ 4 മണി പലഹാരം റെഡി കേട്ടോ. ഇതിനാവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്ത കശുവണ്ടിപ്പരിപ്പ് ഇടാം, അല്ലെങ്കിൽ നെയ്യ് കൂട്ടി കുഴയ്ക്കാം.